ഓക്കെ. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ കമ്പനി കോഡ്, ബിസിനസ് ഏരിയ തുടങ്ങിയ ഡീറ്റെയിൽസ് ആയിരുന്നു ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് ഫിസിക്കൽ ഇയർ ആണ്. ഓക്കെ. അപ്പൊ ഫിസിക്കൽ ഇയർ എന്ന് വെച്ചാൽ നോർമൽ നമ്മളുടെ ഫിനാൻഷ്യൽ ഇയറിനെ തന്നെയാണ് SAPയിൽ ഫിസിക്കൽ ഇയർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. SAPയിലെ ഫിസിക്കൽ ഇയറിന് ഒരു പ്രത്യേകതയുണ്ട്. ടോട്ടൽ 16 പോസ്റ്റിംഗ് പീരിയഡ്സ് അവൈലബിൾ ആണ്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും, എന്താണ് പോസ്റ്റിംഗ് പീരിയഡ്സ്? ഓക്കെ. അപ്പൊ പോസ്റ്റിംഗ് പീരിയഡ്സ് എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യാനായിട്ട് ഓപ്പൺ ആയിരിക്കുന്ന പീരിയഡ്സ് ഏതാണോ അതിനെയാണ് നമ്മൾ പോസ്റ്റിംഗ് പീരിയഡ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള 16 പോസ്റ്റിംഗ് പീരിയഡ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 12 റെഗുലർ പോസ്റ്റിംഗ് പീരിയഡ്സ് എന്നും 4 സ്പെഷ്യൽ പീരിയഡ്സ് എന്നുമാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഈ 12 റെഗുലർ പീരിയഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ 12 മാസങ്ങളെയാണ് 12 റെഗുലർ പോസ്റ്റിംഗ് പീരിയഡ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കാം. 4 സ്പെഷ്യൽ പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ നോർമൽ 12 മാസങ്ങൾക്ക് ശേഷം വരുന്ന മാസങ്ങൾ. അതായത് ഇപ്പൊ ഏപ്രിൽ ടു മാർച്ച് ആണ് നമ്മുടെ ഒരു ഫിനാൻഷ്യൽ ഇയർ എങ്കിൽ അതിനുശേഷം വരുന്ന മാർച്ചിന് ശേഷം വരുന്ന 4 മാസങ്ങളെയാണ് 4 സ്പെഷ്യൽ പീരിയഡ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കാം. അപ്പൊ എന്തിനാണ് ഈ സ്പെഷ്യൽ പീരിയഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഇയർ എൻഡ് ഒക്കെ ആയി കഴിയുമ്പോഴേക്കും ഓഡിറ്റിങ്ങും ടാക്സ് അഡ്ജസ്റ്റ്മെന്റ്സ് തുടങ്ങി കുറെ അഡ്ജസ്റ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് 4 എക്സ്ട്രാ സ്പെഷ്യൽ പീരിയഡ്സും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഫസ്റ്റ് ഇവിടെ ചെയ്യാനുള്ളത് പോസ്റ്റിംഗ് പീരീഡ് ഡിഫൈൻ ചെയ്യാന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് ഹെഡിങ് കൊടുക്കാം, ഡിഫൈൻ പോസ്റ്റിംഗ് പീരിയഡ്. ഡിഫൈൻ പോസ്റ്റിംഗ് പീരിയഡ് വേരിയന്റ്. അതിന്റെ ട്രാൻസാക്ഷൻ കോഡ് വരുന്നത് OBBO. ലോഗിൻ ചെയ്യാം. പോസ്റ്റിംഗ് പീരിയഡ് വേരിയന്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള T കോഡ് OBBO.